Ladies and gentlemen, this is Adesh and welcome to my Conedy. ബൾട്ടി ഷെയ്ൻ നിഗത്തിന്റെ ബൾട്ടി ഇപ്പൊ OTT വന്നിട്ടുണ്ട്. സോണി ലിവിലാണ് സ്ട്രീം ചെയ്യുന്നത്. യൂഷ്വൽ ക്ലീഷേ സ്പോർട്സ് ആക്ഷൻ റിവെഞ്ച് ഡ്രാമ. ഒരു 10 ലക്ഷം പടത്തിൽ ഇതിന്റെ കഥ വന്നിട്ടുണ്ടാവും. ഈ റീസെന്റ് ആയിട്ട് കതിറിന്റെ ഒരു സീരീസ് ഇറങ്ങിയിട്ടുണ്ട്, ലിംഗം. അതിലും സെയിം സാധനം തന്നെയാണ്. നമ്മുടെ നായകൻ ഒരു സ്പോർട്സ് പേഴ്സൺ ആണ്, പോലീസിൽ കയറണമെന്നാണ് ആഗ്രഹം. അതിന്റെ ഇടയിൽ കുറച്ച് അടി ഇടി വഴക്കൊക്കെ ഉണ്ടാവണം, പിന്നീട് ഗുണ്ടയാവണം, ആ പരിപാടി. പക്ഷെ എനിക്ക് ഈ സിനിമ വർക്കായി. ഒരു പൊളപ്പൻ ഇടിപ്പടം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ നല്ലോണം എൻജോയ് ചെയ്ത് കണ്ട ഒരു പടമാണ് ബൾട്ടി. എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെടാൻ വേറെ കുറെ കാരണങ്ങളുണ്ട്. ഒന്ന് ഷെയ്ൻ നിഗം. ഷെയ്ൻ നിഗത്തിന്റെ റീസൺ സിനിമാസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ദൃഢം, ഇത് ആൻഡ് ദിസ് ഗായ് ഈസ് എ കിഡു ആക്ടർ. ഇപ്പോഴത്തെ സോ കോൾഡ് യൂത്ത് ആക്ടേഴ്സിനൊക്കെ പൊക്കി നടക്കുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നി ഷെയ്ൻ നിഗത്തിന് കിട്ടേണ്ട അപ്രീസിയേഷൻ പലപ്പോഴും കിട്ടില്ല. ദിസ് ഗായ് സച്ച് എ ടാലന്റഡ് ആക്ടർ. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു ഈ സിനിമയിലും. ഷെയ്ൻ നിഗത്തിന്റെ ആക്ച്വൽ പെർഫോമർ എന്ന ഷെയ്ൻ നിഗത്തിനെ കണ്ടത് ഇതിൽ 2 സീനിലാണ്. ഒന്ന് അമ്മയ്ക്ക് കൊള്ളുന്ന ഒരു സീൻ ഉണ്ട്, എന്നിട്ട് ഹോസ്പിറ്റലിൽ ഒരു സീക്വൻസ് ഉണ്ട്. ഈ ചങ്ങായിയുടെ കാലിന്റെ മുകളിൽ കൂടെ ബസ് കയറുന്ന സമയത്ത് ഒരു പെർഫോമൻസ് ഉണ്ട്, കിഡു പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ഒന്ന് പാലക്കാട് കൊഴിഞ്ഞാമ്പാറ ഏരിയയാണ് കാണിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് അത് ഭയങ്കര ഇഷ്ടമായി. കബഡി, ഏതൊക്കെ കബഡി റിലേറ്റഡ് സിനിമ ആയിക്കോട്ടെ സീരീസ് ആയിക്കോട്ടെ, നോം അതിന്റെ ഫാൻ ആയിരിക്കും. എനിക്ക് കബഡി ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് പ്രോ കബഡി ലീഗ് സീസൺ 1 തൊട്ടിട്ട് ഞാൻ ഇരുന്ന് കാണുന്നത്. എനിക്ക് അത്ര ഇഷ്ടമാണ് കബഡി. ആൻഡ് ഇതിലത്തെ മെയിൻ ഹൈലൈറ്റ് ഫൈറ്റ് സീക്വൻസ് ആണ്. പെട്ട സാധനമാണ്. വിത്ത് സായി അഭയങ്കർ മ്യൂസിക് വർക്ക്. കിഡു ഫൈറ്റ് സീക്വൻസ് ആണ്. അതിൽ എടുത്തു പറയേണ്ട കുറെ സംഭവം ഉണ്ട്. ഒന്ന്, മറ്റേ ഒരു സോഡ ഫാക്ടറി പോയിട്ട് ഒരു അടി ഉണ്ടാക്കേണ്ടി വരും, അത് കിഡു ഫൈറ്റ് ആയിരുന്നു. ആൻഡ് ഒരു ഹോട്ടലിൽ വെച്ചിട്ടുള്ള ഒരു അടി, നൈസ് സാധനം. ഫൈറ്റ് സീക്വൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. കബഡി, ഈവൻ കബഡി സീക്വൻസ് വരെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടാണ് ഫീൽ ചെയ്ത്. മറ്റേ നമ്മുടെ ഷെയ്ൻ നിഗമൊക്കെ നല്ലോണം പണിയെടുത്തിട്ടുണ്ട്. എനിക്ക് ആ സീക്വൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമായി. ചില പടങ്ങളൊക്കെ ഓവർ കമേഴ്ഷ്യലൈസ് ചെയ്തിട്ട് കൊളാക്കാൻ നോക്കും. ഇന്ന് ഇത് നല്ലൊരു റിയലിസ്റ്റിക് വേയിൽ എടുത്തു വെച്ചിരിക്കുന്നത്. സായ് അഭയങ്കർ ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് ഭയങ്കര സീരിയസ് നോട്ടിലാണ് തുടങ്ങുന്നത്. ഒരാളെ കൊല്ലാൻ പോക്കും പരിപാടിയൊക്കെ. ആ സമയത്ത് ടൈറ്റിൽ കാർഡ് എഴുതി കാണിക്കുന്നവരെ സായി അഭയങ്കർ ഒരു പണ്ണലുണ്ട് മോനെ. പെട്ട സാധനം എഴുതുന്നത്. മലയാളം സിനിമയിലോട്ട് സായി അഭയങ്കറിനെ വീണ്ടും കൊണ്ടുപോവാ. ദിസ് ഗായ് ഈസ് സച്ച് എ ടാലന്റഡ് പേഴ്സൺ. ഈ റീസെന്റ് ആയിട്ട് ധനുഷും മമ്മൂട്ടിയൊക്കെ കൂടി ഒരു പടത്തിന്റെ ഒരു ഗ്ലിംസ് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. യജാതി സംഭവമാണ് പണി വെച്ചിരിക്കുന്നത്. ഓയ്യോ, തീപ്പൊരി സാധനം. സായി അഭയങ്കറിനൊക്കെ കൊണ്ടുവന്നു വെച്ചാ മാക്സിമം എലവേറ്റ് ചെയ്ത് കൊടുക്കും. ഈ മറ്റേ മാസ് സീൻസ് ഒക്കെ കിട്ടുവാക്കി എലവേറ്റ് ചെയ്ത് കൊടുക്കും. എനിക്ക് ഇതിന്റെ കാസ്റ്റിംഗ് ഭയങ്കര ഇഷ്ടമായി. അതായത് പൂർണിമ ഇന്ദ്രിത്ത്, മറ്റേ അൽഫോൺസ് പുത്രൻ, നമ്മുടെ സെൽവരാഘവൻ. പൂർണിമ ഇന്ദ്രിത്തൊക്കെ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യുന്നതെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. ചേച്ചിയുടെ പേര് മൈജി മേടിച്ചോ? എനിക്കറിയില്ല മൈജിയുടെ പുതിയ ഓണർ പൂർണിമയാണോ എന്ന്. അടുത്ത പടത്തിൽ പേരെന്തായിരിക്കും? ഓക്സിജനോ, പിന്നെ കാർബൺ ഡയോക്സൈഡ്. സെൽവരാഘവന്റെ ക്യാരക്ടറിന് ഒരു ഇൻട്രോ കൊടുക്കുന്നുണ്ട്. കിഡു ഇൻട്രോ ആയിരുന്നു. ഒരു കംപ്ലീറ്റ് ഒരു ടെറർ ഫീലിംഗ് ഉണ്ടാക്കിയിട്ട് അങ്ങേരെ വക ഒരു സട്ടിൽ പെർഫോമൻസ്. അത് നൈസായിരുന്നു കേട്ടോ. എനിക്ക് ഇവരുടെ ക്യാരക്ടർ ബിൽഡപ്പ് ഒക്കെ ഭയങ്കര ഇഷ്ടമായി. ഇപ്പൊ മറ്റേ സോഡാ ബാബു ആയിട്ട് അൽഫോൺസ് പുത്രന്റെ ക്യാരക്ടർ ബിൽഡപ്പ് ആണെങ്കിലും, ഈ സെൽവരാഘവന്റെ ക്യാരക്ടർ ബിൽഡപ്പ് ആണെങ്കിലും, പൂർണിമ ഇന്ദ്രിത്തിന്റെ ആണെന്ന് വെച്ചാൽ നൈസാണ്. ആൻഡ് ശാന്തനുവിനൊന്നും എനിക്ക് തോന്നുന്നില്ല തമിഴ് സിനിമയിൽ ഇപ്പോൾ ഇത്രയും നൈസ് ക്യാരക്ടർ കിട്ടിയിട്ടുണ്ടാവും, ഇത്രയും പെർഫോം ചെയ്യാനുള്ള ക്യാരക്ടർ കിട്ടിയിട്ടുണ്ടാവും. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു ശാന്തനു. ഇവരുടെ ഒരു ഗ്യാങ്, ഇവരുടെ ബോണ്ടിങ് അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ജാലക്കാരി, ദാറ്റ് സോങ് വാസ് ഓൾസോ നൈസ്. റൊമാൻസ് പറഞ്ഞിട്ട് നമ്മുടെ മറ്റേ അയോധ്യത്തെ കൊച്ചാണ് ഇതിൽ നായികയായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പൊ എവിടെ നോക്കിയാലും ആ കൊച്ചാണ്. റൊമാൻസ് പറഞ്ഞിട്ട് വെറുപ്പിച്ചിട്ടില്ല. യൂഷ്വലി റൊമാൻസ് പറഞ്ഞ ക്രിഞ്ച് പരിപാടിയായിരിക്കും. എന്നാൽ ഇത് അധികം അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഇവരുടെ ബോണ്ടിങ്, അതേപോലെ തന്നെ ഫൈറ്റ്, കബഡി, ഇതിനൊക്കെയാണ് ഇതിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. എന്നാലുള്ള ചെറിയ റൊമാൻസ് പോർഷൻ ഈവൻ ദാറ്റ് വാസ് നൈസ്. ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് അടിപൊളി. എനിക്ക് ഫസ്റ്റ് ഹാഫ് ഭയങ്കര ഇഷ്ടമായി. കമ്പയറിംഗ് ടു ഫസ്റ്റ് ഹാഫ്, സെക്കൻഡ് ഹാഫ് കുറച്ച് ഡൗൺ ആണ്. ഒരു ആവറേജ് സെക്കൻഡ് ഹാഫ് ആയിട്ടാണ് തോന്നിയത്. ഭയങ്കര പ്രഡിക്റ്റബിൾ ആണ്. ഇത് സെക്കൻഡ് ഹാഫ് എത്തുമ്പോഴേക്കും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അറിയാം എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്നൊക്കെ. സോ ഈ മുറ പോലത്തെ സിനിമയൊക്കെ ഇഷ്ടമുള്ളവരാണ് വെച്ചാൽ യു ഷുഡ് വാച്ച് ദിസ്. ആ സിനിമ ഒട്ടും വർക്കാവാത്തവരാണ് വെച്ചാൽ, അല്ലെങ്കിൽ അടി ഇടി വെട്ട് കുത്ത് ഈ ലോജിക്ക് മാത്രം നോക്കി സിനിമ കാണുന്നവരാണ് വെച്ചാൽ യു ബെറ്റർ സ്റ്റേ അവേ. ഇതൊന്നും നിങ്ങളുടെ പരിപാടിയല്ല. ഞാൻ എവിടെ നോക്കുമ്പോൾ ഈ സിനിമയ്ക്ക് നെഗറ്റീവ് ആയിരുന്നു.
ബോറൻ പടം, ബോറൻ പടം. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ നല്ലോണം എൻജോയ് ചെയ്ത് കണ്ട പടമാണ്. ഇതിന്റെ ഫൈറ്റ് സീക്വൻസ് ഒക്കെ എടുത്ത് പറഞ്ഞേ പോയിട്ടുള്ളൂ. ആൻഡ് എല്ലാവരും നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവൻ ഷെയ്ൻ നിഗത്തിന്റെ ഫ്രണ്ട്സ് ആയിട്ട് അഭിനയിക്കുന്ന 4 പേരുണ്ട്. ടോട്ടൽ ഗ്രൂപ്പ് ഓഫ് 4. അതിലെ 2 പിള്ളേർ നൈസ് ആയിരുന്നു. മറ്റേ പ്രദീപ് പറഞ്ഞിട്ട് ഒരു ക്യാരക്ടർ ചെയ്തൊരു പയ്യനുണ്ട്. മറ്റേ എന്തോ ഒരു പ്രോ കബഡി ലീഗിലൊക്കെ പോയി കളിച്ച പ്ലെയർ ആണ് പറഞ്ഞിട്ട്. ആളുടെ പോർഷൻസ് നല്ലതായിരുന്നു. സോ വേണ്ടവർ കണ്ടു നോക്കാം. എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് ബാൽട്ടി. സോ ബാൽട്ടി ഈസ് സ്ട്രീമിംഗ് ഓൺ സോണി ലിവ്.